പാർലമെന്റ് 12 മണി വരെ നിർത്തിവച്ചിരിക്കുന്നു. ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. കേരളത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് എതിരായ വിമർശനം. माननीय स्पीकर महोदय, हमारे केरल के MP मेरे ख्याल से गलत फहमी में ये हंगामा कर रहे हैं. जैसे स्पीकर साहब ने कहा, एक मिनट सुन लीजिए, ये FCRA अमेंडमेंट बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है. मैंने कांग्रेस के वरिष्ठ नेताओं को कल भी बताया, आज भी बताया कि आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. यह केरल में चुनाव को देखते हुए कांग्रेस और कम्युनिस्ट वालों ने गलत बात को फैलाया गया है. The Congress and Communist Party are misleading the people of Kerala about the FCRA, which is not correct. Please don't mislead the House. Please don't mislead the people of Kerala for the sake of election. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाए. कभी भी किसी विषय पर मुद्दे पर बोलने का പ്രതിപക്ഷ ബഹളത്തിൽ പ്രതിഷേധത്തിൽ ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുന്ന FCRA ബില്ലിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം. പി ബസന്തവരങ്ങൾ. നിതീഷ്, കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇന്ന് ബില്ല് ചർച്ചയ്ക്ക് എടുക്കില്ല എന്നാണ്. അതായത് ലിസ്റ്റിലുണ്ടെങ്കിലും ഇന്നത് പരിഗണനയ്ക്ക് എടുക്കുന്നില്ല. ചർച്ചയ്ക്ക് കഴിഞ്ഞ ആഴ്ച വെച്ച അല്ലെങ്കിൽ സഭയിൽ വെച്ച ബില്ലാണ്. ഇന്നത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇത് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് MP-മാരുടെ ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണ്. ബില്ല് ഏതെങ്കിലും മതത്തിനോ സംഘടനകൾക്കോ ഒന്നോ എതിരായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ വിദേശ സംഭാവനയുടെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് ബില്ലിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ബില്ല് ഇന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. നാളെ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം നാളെ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നാളെ ഇത് പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സാധാരണയായി 12 മണിയോടുകൂടി സഭാ സമ്മേളനം അവസാനിക്കുകയാണ് പതിവ്. അപ്പോൾ മിക്കവാറും ഈ സമ്മേളനത്തിൽ ഈ FCRA ബില്ല് വരാനുള്ള സാഹചര്യമില്ല. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു പരിഗണന ഉണ്ടാകൂ. BJP സംസ്ഥാന ഘടകത്തിന്റെ പ്രഷറും സമ്മർദ്ദവും ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് നേരത്തെ വസ്തുത റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ കൂടി പരിഗണിച്ചുള്ളൊരു തീരുമാനമാണ് വരുന്നത്, അല്ലേ? തീർച്ചയായും BJP ഇന്നലെ തന്നെ ഈ വിഷയം ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ടായ പശ്ചാത്തലത്തിൽ ഒരു BJPയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇന്നലെ BJP നേതാക്കളെയും അതുപോലെ സർക്കാരിന്റെ ഉന്നത വൃത്തങ്ങളെയും ഒക്കെ സമീപിച്ചിരുന്നു എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഇത് മാറ്റിവെക്കുന്നു. മാത്രമല്ല, ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ UDF-ലെയും അതോടൊപ്പം LDF-ലെയും അംഗങ്ങൾ വലിയ പ്രതിഷേധം ഇന്ന് സഭയിൽ ഉയർത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഗമമായ ഒരു ചർച്ച ഇതിലുണ്ടാവില്ല എന്നറിയാം. മാത്രമല്ല, ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ബില്ലുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ചന്ദ്രബാബു നായിഡുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാർച്ച് 28 നിയമസഭയാണ് പ്രമേയം പാസാക്കിയത്. അമരാവതിയെ തലസ്ഥാനമായി നിശ്ചയിച്ചുകൊണ്ടുള്ള ആ പ്രമേയം അത് ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ്. അപ്പോൾ 2014 ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ നിയമത്തിന്റെ 5ാം വകുപ്പിലെ 2ാം ഉപവകുപ്പാണ് ഇപ്പോൾ ഭേദഗതി ചെയ്യുന്ന ഒരു ബില്ല് ഇന്ന് സഭയിൽ വരുന്നുണ്ട്. അത് ഈ സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കാനാണ് സർക്കാരിന്റെ ഇപ്പോൾ മുൻഗണന ഉള്ളത് എന്ന് സ്പീക്കർ അല്പസമയം മുമ്പ് പ്രതിപക്ഷ അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അസമിലും അസംബ്ലി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയല്ല. അസമിൽ നിന്നുള്ള MP-മാർ അവരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നോ? ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നുണ്ടോ? അതോ കേരളവുമായി ബന്ധപ്പെട്ട ആംഗിളിൽ മാത്രമാണോ ഇപ്പോൾ ഈ വലിയ പ്രതിഷേധവും സമ്മർദ്ദവും ഉണ്ടാകുന്നത്? ഇതിപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ അംഗങ്ങളും ഇന്ന് ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. പക്ഷേ സമാജ്വാദി പാർട്ടി പോലുള്ള അംഗങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും ബാക്കി അംഗങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളൊക്കെ തന്നെ ഇതിൽ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും സർക്കാർ ലക്ഷ്യമിട്ടത് അതാണ്. അതായത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്നു എന്നാണ് കിരൺ റിജിജു അല്പസമയം മുമ്പ് പാർലമെന്റിൽ പറഞ്ഞത്. ഇന്ന് മകരദ്വാറിന് മുന്നിൽ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ ധർണയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സഭയ്ക്കുള്ളിൽ
വലിയ പ്രതിഷേധമാണ് നടന്നത്. ആ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ സഭ 12 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്.